ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദൻസാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കറുത്ത പഴം വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ പഴമൊക്കെ കറുത്ത് പോയി കളഞ്ഞാൽ നമ്മൾ കളയാണ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഈവനിങ് സ്നാക്കുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ അടയും കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതിൻ്റെ ആ ഒരു ഫില്ലിങ്ങാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ സ്നാക്കിന്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷേ കുറച്ച് മെനക്കേട് ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് ടൈം എടുക്കുന്നുള്ളത്. അത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല, കുറച്ച് ടൈം എടുക്കും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. ഇത് ഏത് പഴം വെച്ചിട്ടും നമുക്ക് ചെയ്യാം. പക്ഷേങ്കിൽ നേന്ത്രപ്പഴമായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുക. കാരണം അതാകുമ്പോഴാണ് നമുക്ക് കുറച്ച് ഒരു ബലം കിട്ടുക നമ്മളെ മാവിന്. അപ്പോൾ സാധാരണ നമ്മൾ റോബസ്റ്റയും പൂവമ്പഴമൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇത് കാണാൻ വേണ്ടി നമ്മളൊരു ഇഡ്ഡലീൻ്റെ ഷേപ്പ് തന്നെ ഉണ്ടാകുന്നത്. നമ്മൾ ഇഡ്ഡലീൻ്റെ ആ ഒരു തട്ടിൽ വെച്ചിട്ടാണ് ഇത് ആവിയേറ്റ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് ഞാനിത് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കറുത്ത 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ തൊലിയൊക്കെ കറുത്തു പോയ പഴമാണ്. അപ്പോൾ നമുക്കിനി ഇത് ഒരു മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് ഈ 2 പഴവും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ പഴമൊക്കെ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര അധികം മധുരം വേണ്ട നമുക്ക്. ആദ്യം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് നോക്കാം. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയിൽ ഇതുപോലെ ഒന്ന് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടല്ല അരക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന ആ ഒരു പൊടിയാണ് ഇതിലേക്ക് എടുക്കുന്നത്. എന്നിട്ട് കുറച്ച് ഇങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പഴം അരക്കുമ്പോൾ വെള്ളം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പഴം അതിൻ്റെ കൂടെ പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണ് അരക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് നല്ല ലൂസായിട്ട് കിട്ടും. അപ്പോൾ എത്രത്തോളം പൊടി ആവശ്യമുണ്ടോ അതുപോലെ ഇങ്ങ് ചേർത്ത് കൊടുക്കുക. കാരണം നമുക്കൊരു ഡോ ആയിട്ട് കിട്ടണം. അപ്പോൾ ചപ്പാത്തീൻ്റെ ഒക്കെ ആ ഒരു മാവില്ലേ, അതുപോലെയാണ് ആയിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പശു നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പശു നെയ്യ് ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്കൊരു 2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങയും നമ്മൾ എത്രത്തോളം നിങ്ങൾ തയ്യാറാക്കുന്നോ ഈ സ്നാക്ക് അത്രയും അതിനനുസരിച്ച് എടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് ഒരു 2 പിടി ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. അതുപോലെ നിങ്ങൾ പശുനെയ്യ് ഉണ്ടെങ്കിൽ അതന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇതുപോലുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പശുനെയ്യിൽ ഉണ്ടാക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകുക. ഇനി ഇത് നമുക്ക് പശുനെയ്യിൽ ഈ തേങ്ങയൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ അധികം ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ആ ഒരു കളറൊന്ന് ചേഞ്ച് ആയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 കഷ്ണം ശർക്കര ഞാൻ വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ശർക്കരയൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ തേങ്ങ എത്ര എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് മാത്രം എടുത്താൽ മതി. കാരണം നമ്മൾ മാവ് കുഴക്കുന്ന സമയത്ത് അതിൽ പഞ്ചസാര ചേർത്തിന് പഴം അടിക്കുന്ന സമയത്ത് അപ്പോൾ അതും ഈ പഞ്ചസാരയും പിന്നെ നമ്മളെ ഈ വെല്ലമൊക്കെ ചേർന്നിട്ട് ഒരുപാട് മധുരമായി പോകും. അപ്പോൾ അധികം മധുരമാകുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ചേർക്കേണ്ടുന്നത് 1 കപ്പ് അവിലാണ്. അപ്പോൾ മട്ട അവിലാണ് ഞാനിവിടെ എടുത്തിട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വെള്ള അവിലാണ് വേണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ മട്ട അരീൻ്റെ അവിലൊക്കെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കടിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ശർക്കര പാനി ഇതിലൊക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളി ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം സ്നാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ പഞ്ചസാരേൻ്റെയും ശർക്കരേൻ്റെയും ഒക്കെ സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഏലക്ക പൊടിച്ചത് ഒരു നുള്ളി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ അവിലും തേങ്ങയും ഒക്കെ നമ്മളെ ശർക്കര പാനിയിൽ നന്നായി യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ മാവ് കുഴച്ച് വെച്ചത് ഓരോ ബോളുകളാക്കി അതിനുള്ളിൽ ഈ ഫില്ലിങ് വെക്കുക വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് കയ്യിൽ എണ്ണ തടയതിന് ശേഷം മാത്രം നിങ്ങൾ ഇതുപോലെ ഓരോ ബോളാക്കി എടുത്തിട്ട് ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ അധികം കട്ടിയുള്ളതാക്കാൻ പാടില്ല. കുറച്ച് ഇതുപോലെ നല്ല പ്രസ് ചെയ്തിട്ട് നേർങ്ങനെ ആക്കി കൊടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഈ ഫില്ലിങ് ഇതിലേക്ക് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ എത്രത്തോളം ഫില്ലിങ് നിങ്ങൾക്ക് വേണം അതിനനുസരിച്ചിട്ട് വെക്കുക. അപ്പോൾ 1-2 ടേബിൾ സ്പൂൺ വെച്ചാൽ മതി. അധികമാകുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവില്ല, ഭയങ്കര മധുരമായി പോകും.
എന്നിട്ട് ഇതുപോലെ നമ്മൾ ഉന്നക്കായൊക്കെ ആക്കുന്ന പോലത്തെ ആ ഒരു ഷേപ്പിൽ സൈഡൊക്കെ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ഏത് ഷേപ്പാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ബോളുകൾ പോലെ തന്നെ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഉന്നക്കായൻ്റെ ഷേപ്പിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഞാനിത് ഇഡ്ഡലി തട്ടിൽ വെക്കുന്നതുകൊണ്ട് ഒരു കാണാൻ പ്രത്യേക ഒരു ഭംഗി കിട്ടുന്നത് കൊണ്ടും ആ ഒരു ഇഡ്ഡലീൻ്റെ ഷേപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് ഇതൊക്കെ വെച്ചിട്ട് 7 എണ്ണമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയ ആ ഒരു സമയത്ത് അതുപോലെ തന്നെ പിറ്റേന്ന് വൈകുന്നേരം വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, മോശമായി പോകുന്നില്ല. ഇനി ഇതിൻ്റെ മേലെ ഒരു കാണാൻ പ്രത്യേക ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കറുത്ത മുന്തിരി വെച്ചിട്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഇഡ്ഡലി തട്ട് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം. കാരണം ഇത് അടിക്ക് പിടിച്ച് പോകുന്നതായിട്ടാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിറച്ചിരിക്കുന്നത് തേങ്ങയും ശർക്കരയും ഒക്കെ വെച്ച പണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിറ്റേന്ന് വൈകുന്നേരം വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പിറ്റേന്ന് വൈകുന്നേരം വരെയൊക്കെ വെക്കുന്നില്ലേ, അപ്പോൾ മോശമായി പോകുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കണം. അപ്പോൾ വെള്ളം വെച്ചതിന് ശേഷം ഞാനിതാ ഇതിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 20 മിനിറ്റ് ആവി കയറ്റി തന്നെ ഇത് റെഡി ആയിക്കോളും. നമ്മൾ സാധാരണ അടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു 20 മിനിറ്റ് തന്നെയാണ് കണക്ക് വരുന്നത്. അപ്പോൾ അത്രയും ടൈം നിങ്ങൾ വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഒന്ന് കുത്തി നോക്കിയിട്ട് വെന്തിനോ നോക്കിയിട്ട്, പിന്നെ അല്ലെങ്കിൽ വെന്തിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് അധികം വെച്ചാൽ മതി. പക്ഷേ എനിക്കിതൊരു 20 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ മൂടി വെച്ചിട്ട് ഒന്ന് 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഇതാ ഞാൻ മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മളെ സ്നാക്ക് ഇവിടെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ അരിപ്പൊടിയിൽ പഴമൊക്കെ ചേർത്ത് കുഴച്ചല്ലേ, അപ്പോൾ ആ ഒരു പുഴുങ്ങിയ പഴത്തിൻ്റെ ഒക്കെ മണം വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണിത്. നമുക്കിനി ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് മാറ്റിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ, എന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ സ്നാക്ക് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ, പഴം വാങ്ങിക്കുന്നുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ കറുത്ത് കഴിയുമ്പോൾ മിക്കപ്പോഴും നിങ്ങൾ കളയുക തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കറുത്ത പഴമൊക്കെ ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടില്ലേ, വേഗം കട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാവ് കുഴക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ടാകുക. നമ്മൾ കട്ടിയിൽ മാവ് കുഴക്കുമ്പോൾ ഇത് ഭയങ്കര ഹാർഡായി പോകും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്